ഹായ് ഓൾ. PSC പരീക്ഷകളിൽ 20ലധികം തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത് പുനലൂർ ടു ചെങ്കോട്ട. പുനലൂർ മുതൽ ചെങ്കോട്ട വരെയാണ് ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത്. ആര്യങ്കാവ് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. ആര്യങ്കാവ് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയാണ് NH 744. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH 744. ബോഡിനായ്ക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്നത് ഇടുക്കിയെയും മധുരയെയുമാണ്. ബോഡിനായ്ക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്നത് ഇടുക്കി ടു മധുരൈ. ഹിമാലയത്തിന്റെ തെക്ക് കാണപ്പെടുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ഹിമാലയത്തിന്റെ തെക്ക് കാണപ്പെടുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഏത് ദേശീയോദ്യാനത്തിന്റെ ഭാഗമാണ് ആനമുടി? ഇരവികുളം ദേശീയോദ്യാനം. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ ഭാഗമാണ് ആനമുടി. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാർ പഞ്ചായത്ത്. ആനമല, പളനിമല, ഏലമല എന്നിവയുടെ സംഗമ സ്ഥാനത്ത് കാണപ്പെടുന്നു. ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നത് ആനമലയാണ്. ആനമുടിയുടെ വടക്ക് കിഴക്ക് പളനിമല. ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഏലമലയാണ്. ആനമുടിയുടെ വടക്ക് ആനമല, വടക്ക് കിഴക്ക് ഭാഗം പളനിമല. ആനമുടിയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നത് ഏലമലയാണ്. ആനമലയുടെ വടക്കു ഭാഗത്തായി കാണപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി. കേരളത്തിലെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകം. കേരളത്തിലെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടകം. ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ് അറബിക്കടൽ? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് അറബിക്കടൽ. മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 3. മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 3 ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട്. കേരളത്തിലെ ഏക താലൂക്ക് സുൽത്താൻ ബത്തേരി. സമുദ്രാതിർത്തി ഇല്ലാതെയും മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട ജില്ലയാണ് കോട്ടയം. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം മാഹി. വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി, കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, വയറുകടി, പോളിയോമെലിറ്റസ്. വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി, കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, വയറുകടി, പോളിയോമെലിറ്റസ്. ഈച്ചയിലൂടെ പകരുന്ന രോഗങ്ങൾ കോളറ, വയറിളക്കം. ഈച്ചയിലൂടെ പകരുന്ന രോഗങ്ങളാണ് കോളറ, വയറിളക്കം. കൊതുക് വഴി പകരുന്ന രോഗങ്ങൾ മന്ത്, ഡെങ്കിപ്പനി. മന്ത് പരത്തുന്ന രോഗകാരികളാണ് ക്യൂലക്സ് പെൺ കൊതുകുകൾ. മന്ത് പരത്തുന്നത് ക്യൂലക്സ് പെൺ കൊതുകുകളാണ്. കൊതുക് വഴി പകരുന്ന രോഗങ്ങളാണ് മന്ത്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി, മലമ്പനി, ഈഡീസ് ഈജിപ്തി എന്നിവ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. കൊതുക് വഴി പകരുന്ന രോഗങ്ങൾ മന്ത്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി, മലമ്പനി, ഈഡീസ് ഈജിപ്തി. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് തമിഴ്നാട്. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല പത്തനംതിട്ട. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ട ജില്ലയിലും ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് തമിഴ്നാടുമാണ്. ആദ്യമായി കണ്ടെത്തിയ വാക്സിൻ വസൂരി വാക്സിൻ. ലോകത്ത് ആദ്യമായി കണ്ടെത്തിയ വാക്സിനാണ് വസൂരി വാക്സിൻ. രോഗത്തെക്കുറിച്ചുള്ള പഠനം പാത്തോളജി എന്നറിയപ്പെടുന്നു. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. പകരാത്ത രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ജീവിതശൈലി രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ എന്നിവ. പകരാത്ത രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങളും പാരമ്പര്യ രോഗങ്ങളും. പ്രധാന രക്തഗ്രൂപ്പുകളാണ് A, B, AB, O. A, B, AB, O ഗ്രൂപ്പുകളാണ് പ്രധാന രക്തഗ്രൂപ്പുകൾ. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത് O ഗ്രൂപ്പ്. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് AB ഗ്രൂപ്പ്. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് AB.
അപൂർവമായ രക്തഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത് O നെഗറ്റീവ്. അപൂർവമായ രക്തഗ്രൂപ്പാണ് O നെഗറ്റീവ്. ജീവകം D. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ശരീരത്തിൽ സ്വയം നിർമ്മിക്കുന്ന ജീവകമാണ് ജീവകം D. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ശരീരത്തിൽ സ്വയം നിർമ്മിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ ഡി. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. കടരോഗത്തിന് കാരണമാകുന്ന ജീവകമാണ് വിറ്റാമിൻ ഡി. റിക്കറ്റ്സ് രോഗത്തിന് കാരണമാകുന്ന ജീവകം വൈറ്റമിൻ ഡി. ഭക്ഷണ പദാർത്ഥത്തിൽ നിന്നും ലഭിക്കാത്ത ജീവകമാണ് വിറ്റാമിൻ ഡി. എല്ലിനും പല്ലിനും ആവശ്യമായ ജീവകമാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ PSC പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ശരീരത്തിൽ സ്വയം നിർമ്മിക്കുന്ന ജീവകം വൈറ്റമിൻ ഡി ആണ്. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. കടരോഗത്തിന് കാരണമാകുന്ന ജീവകം, റിക്കറ്റ്സ് രോഗത്തിന് കാരണമാകുന്ന ജീവം, ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ലഭിക്കാത്ത ജീവകം, എല്ലിനും പല്ലിനും ആവശ്യമായ ജീവകമാണ് വൈറ്റമിൻ ഡി. ജീവകം ഇ. ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം ഇ. മുട്ടയുടെ മഞ്ഞയിൽ കാണപ്പെടുന്ന ജീവകം ഇ ആണ്. ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകവും മുട്ടയുടെ മഞ്ഞയിൽ കാണപ്പെടുന്ന ജീവകവും വൈറ്റമിൻ ഇ. ജീവകം എ. നിശാന്തത, മാലക്കണ്ണ്, നൈറ്റ് ബ്ലൈൻഡ്നസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ജീവകമാണ് ജീവകം എ. നിശാന്തത, മാലക്കണ്ണ്, നൈറ്റ് ബ്ലൈൻഡ്നസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ജീവകം വൈറ്റമിൻ എ. സിറോഫ്താൽമിയ രോഗത്തിന് കാരണമാകുന്ന ജീവകമാണ് ജീവകം എ. സിറോഫ്താൽമിയ രോഗത്തിന് കാരണമാകുന്ന ജീവകം വൈറ്റമിൻ എ. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് വൈറ്റമിൻ എ. കാഴ്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജീവകം, കരളിൽ സംഭരിച്ചിരിക്കുന്ന ജീവകം എന്നിങ്ങനെ അറിയപ്പെടുന്നു. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം, കാഴ്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജീവകം, കരളിൽ സംഭരിച്ചിരിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ എ ആണ്. നദിയുടെ ഏത് ഘട്ടത്തിലാണ് ഓക്സ്ബോ തടാകങ്ങൾ, മിയാൻഡറുകൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നത്? മധ്യഘട്ടം. നദിയുടെ മധ്യഘട്ടത്തിലാണ് ഓക്സ്ബോ തടാകങ്ങൾ, മിയാൻഡറുകൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ ഡെൽറ്റ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം സുന്ദർബൻ ഡെൽറ്റ. സുന്ദരവനം ഡെൽറ്റ പ്രദേശത്ത് കാണപ്പെടുന്ന കണ്ടൽ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളാണ് സുന്ദരി. സുന്ദരവനം ഡെൽറ്റ പ്രദേശത്ത് കാണപ്പെടുന്ന കണ്ടൽ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളാണ് സുന്ദരി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ്. കല്ലട ജലസേചന പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട ജലസേചന പദ്ധതി. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്ന വർഷം 1945. ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് 1945. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. നാഥുല ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിം. നാഥുല ചുരം സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന രാസവസ്തുവാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന രാസവസ്തു കാൽസ്യം ഫോസ്ഫേറ്റ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. പല്ല് നിർമ്മിച്ചിരിക്കുന്ന രാസവസ്തുവാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. നാഥുല ചുരം സ്ഥിതി ചെയ്യുന്നത് സിക്കിം. വിദ്യാഭ്യാസ അവകാശ നിയമം നിലയിൽ വന്നത് 2010 ഏപ്രിൽ 1. 0 ഡിഗ്രി രേഖാംശരേഖ എന്നറിയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖയാണ്. 0 ഡിഗ്രി രേഖാംശരേഖ എന്നറിയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖ. ഗ്രീനിച്ച് രേഖയെ പ്രൈം മെറിഡിയൻ എന്നും അറിയപ്പെടുന്നു. 0 ഡിഗ്രി രേഖാംശരേഖ എന്നും പ്രൈം മെറിഡിയൻ എന്നും അറിയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖയാണ്. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ലോകത്തിൽ 24 സമയമേഖലകൾ ഉണ്ട്. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ലോകത്തിൽ 24 സമയമേഖലകൾ ഉണ്ട്. ഭൂപടത്തിൽ കൃഷിസ്ഥലങ്ങൾ സൂചിപ്പിക്കുന്ന നിറം മഞ്ഞ.
ഭൂപടത്തിൽ കൃഷിസ്ഥലങ്ങളെ സൂചിപ്പിക്കുന്ന നിറമാണ് മഞ്ഞ. തരിശുഭൂമിയെ സൂചിപ്പിക്കാൻ വെള്ള. വനങ്ങൾ പച്ച നിറം. പാർപ്പിടങ്ങൾ ചുവപ്പ് നിറം. നദികൾ നീല നിറം. ഭൂപടത്തിൽ കൃഷിസ്ഥലങ്ങളെ സൂചിപ്പിക്കുന്ന നിറമാണ് മഞ്ഞ. തരിശുഭൂമി വെള്ള. വനങ്ങൾ പച്ച. പാർപ്പിടങ്ങളെ സൂചിപ്പിക്കാൻ ചുവപ്പ്. നദികളെ സൂചിപ്പിക്കാൻ നീല. ഇന്ത്യൻ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം 1935. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടിരുന്നത് ഏതു രാജാവിന്റെ ഭരണകാലത്താണ്? സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ കാലത്തായിരുന്നു. ഗർഭശ്രീമാൻ എന്ന് വിളിക്കപ്പെടുന്നത് സ്വാതി തിരുനാളാണ്. ആദ്യമായി ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തിയതും ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്നതും സ്വാതി തിരുനാൾ. വേടന്തങ്ങൾ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. വേടന്തങ്ങൾ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ: കിയോലാഡിയോ രാജസ്ഥാൻ. കിയോലാഡിയോ പക്ഷി സങ്കേതം രാജസ്ഥാൻ. സലീം അലി പക്ഷി സങ്കേതം ഗോവ. കുമരകം കേരളം. വേടന്തങ്ങൾ തമിഴ്നാട്. രംഗന്തിട്ടു കർണാടക. കിയോലാഡിയോ പക്ഷി സങ്കേതം രാജസ്ഥാൻ. സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഗോവ. കുമരകം പക്ഷി സങ്കേതം കേരളം. വേടന്തങ്ങൾ പക്ഷി സങ്കേതം തമിഴ്നാട്. രംഗന്തിട്ടു കർണാടക. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി. കിഴങ്ങു ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം. കിഴങ്ങു ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ് മാങ്കൊമ്പ്, പട്ടാമ്പി, കായംകുളം. നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ മങ്കൊമ്പ്, പട്ടാമ്പി, കായംകുളം. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. കിഴങ്ങു ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി. ചേര ഭരണകാലത്ത് പദവാരം എന്നറിയപ്പെട്ടിരുന്ന നികുതിയാണ് ഭൂനികുതി. ചേര ഭരണകാലത്ത് പദവാരം എന്നറിയപ്പെട്ടിരുന്ന നികുതി ഭൂനികുതി. ഭീമ ഏത് നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണ. കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് ഭീമ. ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട്? 36. ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത്. തലസ്ഥാനം ലക്ഷദ്വീപിന്റെ തലസ്ഥാനമാണ് കവരത്തി. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം 36. ഈ ദ്വീപുകളിൽ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ത്രോത്ത് ദ്വീപ്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൽ ജനവാസമുള്ള ദ്വീപുകളാണ് 10. ലക്ഷദ്വീപിൽ ജനവാസമുള്ള ദ്വീപുകളുടെ എണ്ണം 10. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം താരാപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയമാണ് താരാപൂർ. ആണവ വൈദ്യുത നിലയങ്ങളും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും: താരാപൂർ ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര. നരോറ ആണവ വൈദ്യുത നിലയം ഉത്തർപ്രദേശ്. കാക്രപ്പാറ ഗുജറാത്ത്. കൈഗ ആണവ നിലയം കർണാടക. കൽപ്പാക്കം തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയമാണ് താരാപൂർ. താരാപൂർ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. നരോര ആണവ വൈദ്യുത നിലയം ഉത്തർപ്രദേശ്. കാക്രപ്പാറ ഗുജറാത്ത്. കൈഗ കർണാടക. കൽപ്പാക്കം തമിഴ്നാട്. വൈറ്റമിൻ സി. ഇരുമ്പിന്റെ ആഗിരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ സി. മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. നെല്ലിക്കയിൽ കൂടുതലായി കാണപ്പെടുന്ന ജീവകമാണ് വൈറ്റമിൻ സി. ഇരുമ്പിന്റെ ആഗിരണവുമായി ബന്ധപ്പെട്ട ജീവകവും മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന ജീവകവും നെല്ലിക്കയിൽ കൂടുതലായി കാണപ്പെടുന്ന ജീവകവും വൈറ്റമിൻ സി ആണ്. പച്ചക്കറികൾ അധിക നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ നഷ്ടമാകുന്ന ജീവകമാണ് വൈറ്റമിൻ സി. ചെറുനാരങ്ങയിൽ കൂടുതലായി കാണപ്പെടുന്ന ജീവകം സി ആണ്. ജലദോഷത്തിന് ഔഷധമായി ഉപയോഗിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ സി.
ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. പച്ചക്കറികളിൽ അധിക നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ നഷ്ടമാകുന്ന ജീവകമാണ് വൈറ്റമിൻ സി. ചെറുനാരങ്ങയിൽ കൂടുതലായി കാണപ്പെടുന്ന ജീവകം, ജലദോഷത്തിന് ഔഷധമായി ഉപയോഗിക്കുന്ന ജീവകം. ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് കാർലാൻ സ്റ്റെയ്നർ. രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് കാർലാൻ സ്റ്റെയ്നർ ആണ്. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി എന്നറിയപ്പെടുന്നു. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. ലോക രക്തദാന ദിനം ജൂൺ 14. ലോക രക്തദാന ദിനം ജൂൺ 14 ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1 ഓർത്തു വെക്കണം. ലോക രക്തദാന ദിനം ജൂൺ 14, ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1. ബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ്. രക്തബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ്. രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് 4 ഡിഗ്രി സെൽഷ്യസ്. മണ്ണിരയുടെ രക്തത്തിന്റെ നിറം ചുവപ്പാണ്. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. ശ്വേതരക്താണുക്കളാണ് മനുഷ്യരത്തിലെ ഏറ്റവും വലിയ രക്താണു എന്നറിയപ്പെടുന്നത്. ഏറ്റവും വലിയ രക്താണുവാണ് ശ്വേതരക്താണുക്കൾ. ശ്വേതരക്താണുക്കളാണ് ഇക്കോസൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശരീരത്തിലെ പോരാളി എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കൾ. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നു. ഏറ്റവും വലിയ ശ്വേതരക്താണുവാണ് മോണോസൈറ്റ്. ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റ്. ഏറ്റവും ചെറിയ ശ്വേതരക്താണുവാണ് ലിംഫോസൈറ്റ്. ശരീരത്തിലെ പോരാളി എന്നും ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നതും ശ്വേതരക്താണുക്കളാണ്. ഈ ശ്വേതരക്താണുക്കളിലെ ഏറ്റവും വലിയ ശ്വേതരക്താണുവാണ് മോണോസൈറ്റ്. ഏറ്റവും ചെറിയ ശ്വേതരക്താണു ലിംഫോസൈറ്റ്. രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന ഹെപ്പാറിൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്നത് ബേസോഫിൽ. രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന ഹെപ്പാറിൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്നത് ബേസോഫിൽ. രക്തത്തിൽ ശ്വേതരക്താണുക്കളുടെ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗമാണ് രക്താർബുദം അല്ലെങ്കിൽ ലുക്കീമിയ. രക്തത്തിൽ ശ്വേതരക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗമാണ് രക്താർബുദം അല്ലെങ്കിൽ ലുക്കീമിയ. ബാക്ടീരിയ രോഗങ്ങൾ. ക്ഷയരോഗം വായുവിലൂടെ പകരുന്നു. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ക്ഷയരോഗത്തിന് കാരണമാകുന്ന രോഗകാരി. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ആളുകളുടെ മരണത്തിന് കാരണമായ രോഗം എന്നറിയപ്പെടുന്നതും ക്ഷയരോഗമാണ്. രോഗങ്ങളുടെ രാജാവ്, ഏറ്റവും കൂടുതൽ ആളുകളുടെ മരണത്തിന് കാരണമാകുന്ന രോഗമാണ് ക്ഷയരോഗം. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മരണത്തിന് കാരണമാകുന്ന രോഗമാണ് ന്യൂമോണിയ. കുട്ടികളുടെ മരണത്തിന് കൂടുതൽ കാരണമാകുന്നത് ന്യൂമോണിയയാണ്. ക്ഷയരോഗം ബാധിക്കുന്ന അവയവം ശ്വാസകോശമാണ്. ക്ഷയരോഗം ബാധിക്കുന്നത് ശ്വാസകോശം. രോഗത്തിനെതിരെയുള്ള ചികിത്സയാണ് ഡോട്ട്. രോഗത്തിനെതിരെയുള്ള ചികിത്സ ഡോട്ട് ചികിത്സ. മൾട്ടി ഡ്രഗ് തെറാപ്പി എന്ന പേരിൽ അറിയപ്പെടുന്നു. മൾട്ടി ഡ്രഗ് തെറാപ്പി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വൈറസ് രോഗങ്ങളാണ് ചിക്വി വൈറസ്, പേവിഷബാധ, ഹെപ്പറ്റൈറ്റിസ്, റാബീസ് വൈറസ്, മുണ്ടിനീര്, അഞ്ചാം പനി, റൂബിയോള വൈറസ്, ചിക്കൻ ഗുനിയ, ചിക്കൻ ബോക്സ്, പക്ഷിപ്പനി, പന്നിപ്പനി, പോളിയോ തുടങ്ങിയവ വൈറസ് രോഗങ്ങളാണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിലെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയാണ് NH 544. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH 544. തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്ക് കടത്തിവിടുകയും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം. തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്ക് കടത്തിവിടുകയും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. വയനാട് ചുരം കോഴിക്കോട്. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് കോഴിക്കോടിനെയും മൈസൂരിനെയുമാണ്. താമരശ്ശേരി ചുരം കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. താമരശ്ശേരി ചുരം എന്നറിയപ്പെട്ടിരുന്നത് വയനാട് ചുരമാണ്. താമരശ്ശേരി ചുരം എന്ന പേരിൽ അറിയപ്പെടുന്നത് വയനാട് ചുരം.
താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലകളാണ് കോഴിക്കോട്, വയനാട്. വയനാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH 766. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് കോഴിക്കോടിനെയും വയനാടിനെയുമാണ്. വയനാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയാണ് NH 766.